ബേസിക്കലി അത് പറഞ്ഞോടുകൂടി നമ്മുടെ സെയിൽസ് കൺവേർഷൻ കൂടിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഇപ്പൊ നിയാസ് പറഞ്ഞ ഈ പറയുന്ന ഒരു USP ഫൈൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാ കമ്പനികളും കണ്ടുപിടിക്കേണ്ടത്? കൺവേർഷൻ പെർസെൻറ്റേജിൻ്റെ ഒരു പാർട്ട് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി നമുക്ക് ഓരോ ബിസിനസ്സിലും ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം വേണമെങ്കിൽ. നമുക്ക് ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു കൺവേർഷൻ പെർസെൻറ്റേജിൻ്റെ ഒരു പാർട്ട്, അപ്പം കോച്ചിങ് പ്രോഗ്രാമാണ് കൺസൾട്ടിങ് ലെവലിൽ വരുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് ആളുടെ മാർക്കറ്റിങ്ങും ചെയ്യുന്നത്, നമ്മുടെ ടീമാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഇതിപ്പം നമ്മളിപ്പോൾ ഈ എൻ്റെ പോഡ്കാസ്റ്റിൽ യൂസ്ഫുൾ ആവുന്ന ഒരു പാർട്ടാണ്. അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൺവേർഷൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം കൺവേർഷൻ പെർസെൻറ്റേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോയോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബിലുള്ള വീഡിയോസോ ഏത് ആക്ടിവിറ്റി ആണെങ്കിലും അതിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ കാണണം. 100 ആൾക്കാർ കാണുന്ന സമയത്ത് മോർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ കാണണം. അപ്പോൾ അവിടെ അതെന്തൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ മുതൽ നമ്മുടെ സെയിൽസ് ടീമിൻ്റെ പാർട്ടിൽ സെയിൽസിൻ്റെ കൺവേർഷൻ പെർസെൻറ്റേജ് ഇപ്പോൾ നമുക്ക് 1 or 2 ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പോൾ 2% ആണെങ്കിൽ എങ്ങനെ നമ്മൾ 5% എത്തും? ഇപ്പോൾ നമുക്ക് 1% ആണെങ്കിൽ അതിന് 2% ആക്കിയാൽ തന്നെ ബിസിനസ് ഡബിൾ ആവും. അപ്പോൾ നമ്മൾ ഒരുപാട് മെട്രിക്സുകൾ ഫോക്കസ് ചെയ്യാണ്ട് ഒരൊറ്റ പാർട്ടിൽ ഫോക്കസ് ചെയ്താൽ തന്നെ ഈ കൺവേർഷൻ റേറ്റിൻ്റെ ഒപ്റ്റിമൈസേഷൻ അത് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു നമ്മുടെ സെയിൽസ് കൺവേർഷൻ എന്ന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും